ഹലോ ഓൾ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു പാരഡൈസ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാരഡൈസ് ബിരിയാണി കസവനഹള്ളി ബ്രാഞ്ച് ബാംഗ്ലൂരുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ബാംഗ്ലൂർ മാത്രമല്ല, ഇത് മെയിനായിട്ട് ആന്ധ്രാപ്രദേശാണ് ഇതിൻ്റെ ഒരു സ്ഥലം വരുന്നത്, പാരഡൈസ് ബിരിയാണി. പിന്നെ ഇത് ബാംഗ്ലൂർ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ട് നല്ല നല്ല റിവ്യൂസൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലും കൂടിയാണ് പാരഡൈസ് ബിരിയാണി. ഞങ്ങളവിടെ കയറിയപ്പോൾ അധികം തിരക്കൊന്നുമില്ല. ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി അങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 40 സീറ്റ്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ആ ഒരു റേഞ്ചിൽ സീറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത നിസാമി ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഞങ്ങൾ 3 ആളുണ്ട്. പക്ഷേ ഒരു ബിരിയാണി വാങ്ങിയാൽ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ വാങ്ങിയത്. പക്ഷേ അത് രണ്ടാൾക്ക് കറക്റ്റ് തികഞ്ഞിട്ടില്ല കേട്ടോ. തികയാത്തതുകൊണ്ട് ഞങ്ങളൊരു പനീർ റാപ്പും കൂടെ ഓർഡർ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ വയറൊക്കെ ഫില്ലായതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ബിരിയാണി വന്നത്. പിന്നെ ഇവിടുത്തെ മട്ടൺ ബിരിയാണിയാണ് തോന്നുന്നു ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്നത്. ഗുഡ് ബിരിയാണി. കുഞ്ഞൊരു പ്ലേറ്റ് വേണോ? കുഞ്ഞിന് പ്ലേറ്റ് ഇല്ല. കുഞ്ഞു അങ്ങനെ ദാ മക്കളെ നമ്മളെ ബിരിയാണി വന്നു. അപ്പം ഇത് കണ്ടിട്ട് കുഞ്ഞുവിന് അവിടെ കളിയില്ലേ. ഞങ്ങൾ 2 പ്ലേറ്റേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഒരു പ്ലേറ്റും കൂടെ ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പ്ലേറ്റും കൂടെ കൊണ്ടുവന്നു. അവന് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മോന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ബിരിയാണി നല്ല തണുത്തിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് അറിയാൻ പറ്റിയില്ല. ഇതിന് മുമ്പേ കഴിച്ചിട്ടുണ്ടെങ്കിലും അത്ര ടേസ്റ്റായി തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനെപ്പറ്റി റിവ്യൂ ഒക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഈ ബിരിയാണീനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ബിരിയാണി ബസ്മതി റൈസ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിൻ്റെ ടോപ്പ് ലെയറിൽ സാഫ്രോണിൻ്റെ ഒരു ലെയർ ഉണ്ട്. അതിന് ശേഷം മസാലയും ബിരിയാണി റൈസും കൂടെ ഉള്ള ഒരു ലെയർ ഉണ്ട്. അതിൻ്റെ അടിയിലാണ് ചിക്കൻ വെച്ചിട്ടുള്ള റൈസിൻ്റെ ഒരു ലെയറും കൂടെ വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രോം സ്വാതി.